ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ദൈവമിടയാക്കിയതിനെ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും തൊടുന്നതും രൂപാന്തരപ്പെടുത്തുന്നതും അത്ഭുതം ചെയ്യുന്നതും. എപ്പോഴാണോ നമ്മൾ ദൈവവചനത്തിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുന്നത്, വചനം നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റും, ചുറ്റുപാടുകളെ മാറ്റും. നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞു വെച്ചിരിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും എല്ലാം അതീതമാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലും. ഇപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ തോന്നലുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയല്ലേ, അവർക്ക് തോന്നിയതുപോലെ അല്ല, തോന്നലല്ല, നമ്മുടെ അകത്ത് നമ്മൾ ചിന്തിക്കാറില്ലേ, നമുക്കൊരാഗ്രഹം, ഇതിങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും എന്നുള്ള ചിന്തകളുണ്ടല്ലോ. ആ ചിന്തകൾക്ക് പോലും അതീതമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അത് കാരണം എന്താന്ന് വെച്ചാല്, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ നിലവാരം അനുസരിച്ചാണ്. നാം നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നമ്മുടെ നിലവാരം അനുസരിച്ച്. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ നിലവാരം അനുസരിച്ച് നമ്മൾ ചിന്തിക്കുന്നുകൊണ്ടും, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന തന്റെ നിലവാരം അനുസരിച്ചായതുകൊണ്ടും, ദൈവത്തിന്റെ നിലവാരത്തിലെത്താത്ത നമുക്ക് ഒരിക്കലും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതിനെ മനസ്സിലാക്കാൻ സാധിക്കാതെ. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവജനത്തോടുള്ള നമ്മുടെ ബന്ധം, ദൈവജനത്തോട് ചേർന്നുള്ള നമ്മുടെ ചലനമാണ്, നമ്മുടെ ജീവിതമാണ്, നമ്മുടെ നിൽപ്പാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നത് അറിഞ്ഞു വളരാൻ സാധിക്കും. ആ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് അറിയാനായിട്ട് ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുക. അതുകൊണ്ട് ഓരോ ദിവസവും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ പല കാര്യങ്ങൾക്ക്, ആത്മീയമായ വളർച്ചയ്ക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുക, നിശ്ചയമായും പ്രാർത്ഥന ആവശ്യമാണ്. അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങൾ, ഏതൊക്കെ നിലയിൽ എനിക്ക് സ്പിരിച്വലി വളരാനായിട്ട് എന്തൊക്കെ സഹായമാകുമെന്ന് എനിക്ക് തോന്നലുണ്ടായിട്ടുണ്ടോ അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എവിടെന്നെങ്കിലും ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടാൽ ഉടനെ അതനുസരിച്ച് ആത്മീയമായിട്ട് വളർച്ച പ്രാപിക്കണം, ഇന്ന കാര്യം ചെയ്യണം, ആ കാര്യം ചെയ്യണം, അങ്ങനെ ആരെങ്കിലും പറയുന്നതൊക്കെ കേട്ട് അതൊക്കെ അനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, ഞാൻ എപ്പോഴാണോ ദൈവത്തിന്റെ വചനത്തെ എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് അടിസ്ഥാനമായി കാണാൻ തുടങ്ങിയത്, അവിടെ മുതലാണ് ജീവിതത്തിൽ എനിക്ക് ആത്മീയ വളർച്ച പ്രാപിക്കാൻ സാധിച്ചത്. എന്ന് പറഞ്ഞാൽ അല്പമെങ്കിലും എനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. ദൈവവചനം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വിടുതൽ നമ്മൾ മനുഷ്യരുടെ പുറകെ പോകും. അപ്പൊ മനുഷ്യരുടെ പുറകെ പോകുമ്പോൾ നമ്മൾ ഒരു ദൈവദാസനെ കണ്ടു, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ പോയി അവിടെ ചെന്നു, അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചു. ഇതൊക്കെ നമ്മുടെ ഒരു നോർമൽ സിസ്റ്റമായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുക. അതൊക്കെയാണ് നമ്മുടെ അറിവ്, നമ്മൾ അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ എപ്പോഴാണോ അല്ല, അതിന് അതീതനാണ് എൻ്റെ ദൈവം. ദൈവത്തിന് എന്നോട് ഇടപെടാനായിട്ട് അവിടെ പ്രത്യേകിച്ചൊരു മധ്യസ്ഥനോ വേറൊരു വ്യക്തിയോ കഴിവുള്ളവനോ അഭിഷിക്തനോ വിശുദ്ധ ജീവിതമുള്ള ആളോ ഒന്നും വേണമെന്നില്ല. കർത്താവിന്റെ അടുക്കൽ ചെല്ലുന്ന ഏതൊരു പാപിയും, ഏതൊരു മനുഷ്യനും, ഏതൊരു വ്യക്തി, പാപി എന്നൊന്നും ടൈറ്റിൽ ഇടാൻ നമുക്ക് യോഗ്യതയില്ല, ഏതൊരു മനുഷ്യനെയും കർത്താവ് സ്നേഹിക്കുന്നു, കർത്താവ് കരുതുന്നു, കർത്താവ് മാനിക്കാൻ ശക്തനാണ്. അതുകൊണ്ട് ആ ദൈവിക പദ്ധതി തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഏക മാർഗം ദൈവവചനം. അപ്പൊ ദൈവത്തിന്റെ വചനത്തെ വായിക്കുക, മനസ്സിലാക്കുക. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കും, നമുക്ക് ഈ ദൈവരാജ്യത്തിലേക്കുള്ള വഴി എന്നൊക്കെ പറയുന്നത് ഇടുക്കവും ഞെരുക്കവുമാണ്. അത് വളരെ പ്രയാസമുള്ളതാണ്. അതൊക്കെ അതായത് യേശുക്രിസ്തു പറഞ്ഞ കാര്യത്തെ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചത്. കർത്താവ് പറഞ്ഞല്ലോ, ദൈവരാജ്യത്തിലേക്കുള്ള വാതിൽ ഇടുക്കവും ഞെരുക്കവുമാണ്, അതുകൊണ്ട് അതിലൂടെ കടക്കുവാൻ ഉദ്ദേശിപ്പിൻ. നമുക്ക് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, ഇടുക്ക് വാതിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവൻ അനേകരുമാണ്. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. അപ്പൊ ഇവിടെ ജീവനിലേക്ക് വരാനായിട്ട് ഒറ്റ മാർഗമേ ഉള്ളൂ. ജീവനിലേക്ക് എത്താനായിട്ട് അന്ന് പറഞ്ഞിരുന്നതനുസരിച്ച് യേശുക്രിസ്തു ഈ വചനം പ്രസംഗിക്കുന്ന കാലഘട്ടം അനുസരിച്ച് ജീവൻ
നൽകുവാൻ കഴിയുന്ന ഒറ്റ കാര്യമുള്ളൂ. നമുക്ക് റോമാലേഖനം അതിന്റെ 7-ാം അധ്യായത്തിൽ 10-ാം വാക്യം, ഇങ്ങനെ ജീവനാൽ ലഭിച്ചിരുന്ന കൽപ്പന. അപ്പൊ ജീവൻ പ്രാപിക്കണമെങ്കിൽ അന്ന് കൽപ്പന മാത്രമേ ഉള്ളൂ മാർഗം. കൽപ്പന അനുസരിക്കണം. കൽപ്പന അനുസരിച്ചാൽ, കാരണം യേശുവിനടുക്ക വന്നപ്പോൾ കർത്താവ് അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കൽപ്പന ഏതാ? ജീവങ്കിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒരാൾ വന്ന് കർത്താവ് ചോദിച്ചു. അപ്പൊ കർത്താവിന്റെ മറുപടി ഇതായിരുന്നു. നമുക്ക് 19-ാം അധ്യായത്തിൽ തന്നെ, ഈ മത്തായിയുടെ സുവിശേഷം തന്നെ 19-ാം അധ്യായത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. അവിടെ ഒരു ധനവാനായ മനുഷ്യൻ ചോദിച്ചൊരു ചോദ്യമാണ്, കർത്താവ് ഗുരു, ഞാൻ നിത്യജീവനെ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? അപ്പൊ കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് നല്ലവൻ ഒരുവനേ ഉള്ളൂ, ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക. അപ്പൊ ജീവനിലേക്കുള്ള വഴി, മത്തായിയുടെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം പറയുന്ന ജീവനിലേക്കുള്ള വഴി, അത് ജീവങ്കിലേക്കുള്ള വഴി. 14-ാം വാക്യം 7-ാം അധ്യായം 14, മത്തായി 7:14, ജീവങ്കിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവും എന്നവിടെ പറയുമ്പോ 19-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നത് ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കാൻ. അപ്പൊ അവൻ മറുപടി പറയുന്നത് എന്താ? ഞാനിതെല്ലാം ചെയ്യുന്നുണ്ട് കർത്താവേ. ധനവാനായ മനുഷ്യനാണ്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, ഇതെല്ലാം പറഞ്ഞപ്പോൾ അവൻ പറയാ, ഞാനിതൊക്കെയും പ്രമാണിച്ചു പോലും. കർത്താവിന്റെ മറുപടി, നിനക്ക് ഒരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പൊ നിനക്ക് നിത്യയിൽ പ്രവേശിക്കും. നീ അവിടെ കർത്താവ് നിത്യജീവനെ കുറിച്ച് പറയുന്നില്ല കേട്ടോ. അവിടെ പറയുന്ന ഒരു കാര്യം, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ, 21-ാം വാക്യം 19-21, നീ സൽഗുണപൂർണനാകാനായിട്ട്, അതായത് സൽഗുണപൂർത്തി പ്രാപിച്ചിട്ട് നിത്യജീവനിലേക്ക് എത്താനാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിനക്കുള്ളതെല്ലാം വിറ്റേച്ച് ദാനം ചെയ്യും, അതോടുകൂടി നിന്റെ അവസ്ഥ മാറും. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ്? അവിടെ മുഴുവനായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം അവർക്ക് നേടണമെങ്കിൽ, ഒരു അത്ഭുതമായി മാറണമെങ്കിൽ, ഒരു വിടുതലായി തീരണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന കൽപ്പനകളെ പ്രമാണിക്കും. ആ അടിസ്ഥാനത്തിലാണ് കർത്താവ് ഈ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളെ പറയുന്നത്. ജീവങ്കിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കുക, അത് അത്രത്തോളം എല്ലാ കൽപ്പനകളും അനുസരിക്കണം. എല്ലാ പ്രമാണങ്ങളും അനുസരിക്കാത്തവന് ആർക്കും ജീവനിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. എന്നാല് യേശുക്രിസ്തു, ഇന്ന് നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നും ജീവങ്കിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവും ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കിയിട്ടില്ല. യേശുക്രിസ്തുവിനെ ഒരു വ്യക്തി മനസ്സിലാക്കുമ്പോൾ അവനൊരു കാര്യം തിരിച്ചറിയാം, യേശുവാണ് ജീവന്റെ വഴി. ജീവന്റെ വഴി യേശുവാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ യേശുവിടെ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇപ്പം യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത് പുത്രനുള്ളവന് ജീവനുണ്ട്. അപ്പൊ ജീവങ്കിലേക്ക് കടക്കാനുള്ള വഴി ആരാ? യേശു ആകുന്ന വഴി ഇടുക്കവും ഞെരുക്കമാണ്. അല്ല, ഈ ഭൂലോകത്തിലുള്ള സകലർക്കും പ്രവേശിക്കാനായിട്ട് വാതിൽ സ്ഥലമുണ്ട്. അപ്പൊ ഈ നമ്മൾ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ദൈവവചനത്തിന് അതിന് കൊടുക്കേണ്ട പ്രാധാന്യം, ആ വചനമാണ് എന്നോടാണ്, എനിക്കുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയും ഒരുവൻ വചനത്തെ സമീപിക്കുമ്പോഴാണ് ജീവിതം മാറുന്നത്. അവിടെയാണ് അത്ഭുതം ഉണ്ടാകുന്നത്. അപ്പൊ ഈ ദൈവവചനത്തോടുള്ള നമ്മുടെ സമീപനം വളരെ പ്രധാനപ്പെട്ട, അത് ദൈവവചനത്തെ കാലഘട്ടം അനുസരിച്ച് മനസ്സിലാക്കും. അതായത് യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തോടുകൂടെ കൽപ്പനകൾ മാറി ആത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു തലമുറയാണ് ഇന്ന് നിങ്ങൾ ഞാൻ. നാം ഇന്ന് നിത്യജീവനെ അവകാശമാക്കുന്നത് കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ടല്ല, യേശുവിനെ കർത്താവെന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. ഇവിടെ വചനത്തിൽ പഴയ നിയമത്തിൽ പറയുന്നത് ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും, എന്നാൽ പുതിയ നിയമത്തിൽ പറയുന്നത് എന്നിൽ വിശ്വസിക്കുന്നവൻ ജീവിക്കും. യേശുക്രിസ്തു പറഞ്ഞത് നമുക്കറിയാം. യേശുക്രിസ്തു ലാസറിന്റെ കല്ലറവാതിൽക്ക് വെച്ച് പറഞ്ഞ കാര്യമാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാൾ മരിക്കയില്ല. ജീവനോട് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാൾ മരിക്കയില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നാൽ ജീവനോട് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. അപ്പൊ അവിടെ ജീവൻ ആധാരമായിരിക്കുന്ന പ്രവൃത്തിയല്ല, ജീവൻ ആധാരമായിരിക്കുന്ന കൽപ്പനകളല്ല, ജീവൻ ആധാരമായിരിക്കുന്ന പ്രമാണങ്ങളല്ല. അവിടെ ജീവൻ ആധാരമായി വചനത്തിൽ പറയുന്നത് വിശ്വസിക്കുന്നവൻ ജീവിക്കും, എന്നിൽ വിശ്വസിക്കുന്നവൻ ജീവിക്കും. അപ്പൊ അവിടെ ജീവങ്കിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവുമാണ്. യെസ്, ആയിരുന്നു.
കാരണം നിബന്ധനകൾ വെച്ചായിരുന്നു ജീവൻ. പക്ഷേ ഇവിടെ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ജീവൻ ധാരാളമാണ്, സൗജന്യമാണ്, എപ്പോഴും അവൈലബിൾ ആണ്. അവിടെ എന്തില്ല? അവിടെ ഇടുക്കവും ഞെരുക്കവും ഉള്ള ഒരു വഴിയെക്കുറിച്ചോ അതിനെ കുറിച്ച് അല്ല ഇവിടെ പറയാം. എല്ലാവരും ഉൾക്കൊള്ളുന്നു. കാരണം വചനം പറയുന്നത് അതുവരെയും പരിച്ഛേദനയേറ്റവർ യഹൂദന്മാർ, അബ്രഹാമിന്റെ ജനപ്രകാരമുള്ള സന്തതികൾക്ക് മാത്രം അവകാശമായിരുന്നത് യേശുക്രിസ്തു മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ സകല ജാതികൾക്കുമുള്ളതായിട്ട് മാറി. ഇവിടെ എങ്ങനെ വഴി ഞെരുക്കമാകുന്നത്? എല്ലാവരും കടന്നു വരാനായിട്ട് പറയുകയും ചെറിയ വഴിയാണെങ്കിലോ എല്ലാവർക്കും പ്രവേശിക്കാൻ സാധ്യത. എല്ലാവരെയും കടന്നു വരാനായിട്ട് പറയുന്നുവെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടണം, അല്ലേ? നമ്മുടെ മക്കളുടെ വിവാഹത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ആരുടെയും വിവാഹത്തിന് നമ്മൾ ആളുകളെ ക്ഷണിക്കുമ്പോൾ നമ്മളൊരു 1000 പേരെ ക്ഷണിച്ചാൽ 1000 പേർക്ക് തക്കതായ എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ അവിടെ ചെയ്യണം. 10 പേർക്കുള്ള ക്രമീകരണം ചെയ്തിട്ട് 1000 പേരെ ക്ഷണിക്കുന്നത് മണ്ടത്തരമല്ലേ? നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. നാം അങ്ങനെ ചെയ്യത്തില്ലെങ്കിൽ കർത്താവ് ഒരിക്കലും ചെയ്യത്തില്ല. അപ്പൊ അവിടെ ഈ ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടെ കടക്കുന്നവനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഇടുക്കവും ഞെരുക്കമുള്ളത്, ജീവങ്കിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കമുള്ളത്, നാശത്തിലേക്കുള്ളത് വിശാലമായത്. എന്നാൽ ഇന്ന് നേരെ തിരിച്ചാ, ജീവങ്കിലേക്കുള്ള വഴിയാണ് വിശാലമായുള്ളത്, അത് നാശത്തിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവും. കാരണം ഇത്ര വിശാലമായിട്ട് സകലരെയും യേശു തന്റെ രക്തം കൊണ്ട് വിടുവിച്ചു. സകല മാനവജാതിയും പാപത്തെ കഴിയും, നമ്മളെ ശാപത്തിൽ നിന്ന് പുറത്തു കൊടുക്കും, നമ്മളെ നീതിമാന്മാരാക്കി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇത്രത്തോളം നീതിയും വിടുതലും സൗഖ്യവും ആരോഗ്യവും അത്ഭുതവും ചെയ്തവനായ കർത്താവിന് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ സാധ്യമല്ലേ? നിശ്ചയമായിട്ട് സാധ്യം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്തുവാട്ടെ, നമ്മൾ ദൈവവചനത്തെ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കും. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, ജീവങ്കിലേക്ക് പോകണം, ഇടുക്കവും ഞെരുക്കവും കഷ്ടതയും പ്രയാസത്തിൽ കൂടെയാണ്. അല്ല പ്രിയപ്പെട്ടവര്, അല്ല. അതായത് ഗലാത്യ ലേഖനം 2:20 പറയുന്ന ഒരുവൻ ഞാൻ യേശുവിനോട് ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. അപ്പൊ ഇനി എന്റെ ജീവിതത്തിൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാ ജീവിക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ എന്റെ ജീവിതത്തിനകത്ത് നിത്യജീവന് വേണ്ടി ഞാൻ ഓടുകയും അധ്വാനിക്കുന്നു, കൊടുക്കുന്നു, ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു. അല്ല പ്രിയപ്പെട്ടവർ, എന്റെ ജീവന് വേണ്ടി യേശു വില കൊടുത്തു. എന്റെ ജീവന് വേണ്ടി ഞാൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. എന്റെ ജീവന് വേണ്ടി യേശു വില കൊടുത്തു, ഇനി ഞാനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞാൽ മതി, അതെന്റെ തിരിച്ചറിവാണ്. യേശു എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു, എന്നെ നീതിക്കായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു, എപ്പോൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് എപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, ആ തിരിച്ചറിവാണ് എന്റെ രക്ഷയുടെ നിദാനം, അടിസ്ഥാനം. അപ്പൊ നിങ്ങൾ വിശ്വസിക്കണം, യേശുവിന്റെ ക്രൂശ് മരണ പുനരുത്ഥാനം എന്റെ ജീവിതത്തില് അത്ഭുതങ്ങളെ കൊണ്ടുവന്നു, സൗഖ്യം കൊണ്ടുവന്നു, രക്ഷ കൊണ്ടുവന്നു, വിടുതൽ കൊണ്ടുവന്നു. അത് വിശ്വസിക്കണം, അത് വിശ്വസിച്ചാൽ മതി. ആ വിശ്വാസമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. ആ വിശ്വാസമാണ് നമ്മുടെ അവസ്ഥകളെ മാറ്റുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട. നിങ്ങൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെ വചനം വായിക്കുമ്പോൾ അത് ആ വായിച്ച് ആ ഒരു കോണ്ടെക്സ്റ്റ്, ആ ഒരു അക്ഷരത്തെ മാത്രം മുറുകെ പിടിച്ച് മനസ്സിലാക്കുക, ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് അത് നമുക്ക് കൂടുതൽ പ്രയോജനം. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് വചനത്തിലേക്ക്, ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ള ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൊണ്ട് ചിന്തിച്ചു നോക്കുക, നമ്മളെല്ലാം വർഷങ്ങളായി കേൾക്കുന്ന ഒരു കാര്യമാണ് വഴി ഇടുക്കവും ഞെരുക്കവും. എന്തുകൊണ്ടാണ്? അതിന്റെ കാരണമില്ല, വേറൊന്നുമല്ല, വേറൊരു കാരണവുമില്ല. ന്യായപ്രമാണം അനുസരിച്ചായിരുന്നു അന്ന് അവർ ജീവങ്കിലേക്ക് പ്രവേശിച്ചത്. ഇന്ന് അങ്ങനല്ല. ഇന്ന് ക്രിസ്തുവാണ് ജീവങ്കിലേക്കുള്ള വഴി. അവിടെ എങ്ങനെ ഇടുക്കവും ഞെരുക്കവും വരുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, പശ്ചാത്തലങ്ങൾ എന്തുവാണ്, കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ, കർത്താവിനോട് നിത്യതയുടെ സന്തോഷം അനുഭവിക്കാനായിട്ട് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ജീവിതം അത്ഭുതമായിട്ട്. നമുക്ക് ഈ ദിവസങ്ങളിൽ കൊരിന്ത്യ ലേഖനത്തിന്റെ 2-ാം ലേഖനത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കും. 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായം 10-ാം അധ്യായം 3-4 വാക്യം.
ഞങ്ങൾ ജഡപ്രകാരം സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങൾ ജഡപ്രകാരം സഞ്ചരിക്കുന്നവർ. വി ആർ വാക്കിംഗ്, മൂവിങ്, ലീവിങ്. ഞങ്ങൾ ജീവിക്കുന്നത്, ചരിക്കുന്നത്, ആയിരിക്കുന്നത് ജഡപ്രകാരമാണ്. ജഡപ്രകാരം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കിക്കുക. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവരെല്ലാം ജഡത്തിൽ ആരാധിക്കും. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവർ, നമ്മൾ കരമടിക്കണേ, കൈയടിക്കണേ ജഡം വേണേ, പാട്ട് പാടണമെങ്കിൽ ജഡം വേണേ. അപ്പൊ പിന്നെ അവര് കൈയടിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് ജഡത്തിലാണ്, ഞങ്ങൾ ആത്മാവിലാണ്. അതെങ്ങനെ അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഇവിടെ ജഡപ്രകാരം എന്ന് പറയുമ്പോൾ ജഡം എന്ന് പറയുന്നത് നമ്മൾ കാണപ്പെടുന്ന ശരീരം എന്ന അർത്ഥത്തിലല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ അറിവും പ്രാപ്തിയും ഞങ്ങളുടെ ചിന്തകളും ഞങ്ങൾ ഇതുവരെ കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾക്ക് ഒത്തവണ്ണമാണ് ഞങ്ങളുടെ ജീവിതമൊക്കെ പോകുന്നത്. ഞങ്ങൾ നടക്കുന്നത് അങ്ങനെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പുകളിലും ഞങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഞങ്ങളെ ഒരാള് പഠിപ്പിച്ചിട്ടുണ്ട് ചില കാര്യം, അതനുസരിച്ചാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ മനസ്സിൽ ഏതൊക്കെയോ കാര്യമുണ്ട്, അതനുസരിച്ചാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ ലൈഫിൽ ചില അനുഭവങ്ങളുണ്ട്, അത് വെച്ചാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങൾ ജഡപ്രകാരം സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. അതായത് ചിന്തിച്ചു നോക്കുക, നമ്മുടെ ഇടയ്ക്കൽ വന്ന ഒരാള് അവരുടെ ജീവിതത്തിന് വലിയ വിഷമങ്ങൾ പറയാതിരിക്കും. അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, അവരനുസരണക്കേട് കാണിക്കുന്നു. കുഞ്ഞുങ്ങള് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നില്ല. വളരെ കഷ്ടപ്പെട്ടാണ് കുഞ്ഞുങ്ങളെ വളർത്തിയത്, അവർ വഴിതെറ്റിപ്പോയി. ചില കുഞ്ഞുങ്ങൾ വന്ന് പറയും, മാതാപിതാക്കൾ എന്നെ സ്നേഹിക്കുന്നില്ല, മാതാപിതാക്കൾ എന്നെ അവഗണിക്കുന്നു, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വീട്ടിനകത്ത് എനിക്കൊരു വിലയില്ല, എന്നെ പരിഹസിച്ചു, ജോലി സ്ഥലത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനീതി അനുഭവിക്കുന്നു, തെറ്റുകാരെല്ലാം ഒരുമിച്ച് നിൽക്കുന്നു, ഞാനാണ് ശരി, പക്ഷെ എൻ്റെ ജീവിതത്തിൽ വല്ലാത്ത കഷ്ടതകളിൽ കൂടെ പോകുന്നു. ചിലർ ശാരീരിക രോഗത്തിന്റെ വിവരം പറയും, എങ്ങനെ ചികിത്സിക്കണമെന്ന് അറിയില്ല, എനിക്ക് പണമില്ല, ഇല്ലെങ്കിൽ ഈ രോഗം എത്ര മാരകമായി പോയി, ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. ചിലപ്പോൾ അവരുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും അവരുടെ ജീവിതത്തിലുള്ള പല അനുഭവങ്ങളും നമ്മളുമായിട്ട് ചിലപ്പോൾ ഷെയർ ചെയ്യും. നോർമലി നമുക്കത് കാണാൻ കഴിയും. ആളുകൾ അങ്ങനെ കാര്യങ്ങളെ പറയും, ഷെയർ ചെയ്യും. ഇപ്പൊ ഈ ആളുകൾ അങ്ങനെ അവരുടെ കാര്യങ്ങളെ ഷെയർ ചെയ്യുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അറിവനുസരിച്ച് നമ്മൾ അവരുടെ ഒരു സിമ്പതി കാണും. അത് നോർമൽ അല്ലേ? ഒരാള് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയ വിഷമം നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ നമ്മളെ നോർമൽ എന്ത് ചെയ്യും? നമ്മൾ അവരോട് ഒരു സിമ്പതിയോടെ സംസാരിക്കും. ആണോ, അയ്യോ കഷ്ടമായിപ്പോയി, നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും പെരുമാറുന്നത്. അവരുടെ അവസ്ഥകളെ അത് കൊടുക്കാം. ചിലപ്പോൾ നമുക്ക് ചിലരോട് സിമ്പതി തോന്നും, ചിലരോട് ദേഷ്യം തോന്നും അല്ലേ? ചിലപ്പോൾ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് പറയുകയാണ്, എൻ്റെ കുഞ്ഞുങ്ങള് ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടും എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്. അത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ആ കുഞ്ഞുങ്ങളോട് ദേഷ്യം തോന്നും. ചില കുഞ്ഞുങ്ങൾ വന്നിട്ട് പറയും, ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്, ഞങ്ങൾ ഇത്രയും നല്ല കുഞ്ഞുങ്ങളായിട്ടും ഞങ്ങൾ ദൈവത്തെ അനുസരിച്ച് എൻ്റെ പേരിൽ ഇന്ന കാര്യത്തിന്റെ പേരിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളോട് ക്രൂരമായി പെരുമാറുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ മാതാപിതാക്കളോട് പ്രയാസം. ചിലപ്പോൾ നമ്മുടെ വഴി യാത്രയിൽ നമ്മുടെ ജീവിത യാത്രയിൽ നമ്മളെ എങ്ങോട്ടെങ്കിലും പോവുക വരികയൊക്കെ ചെയ്യുമ്പോൾ ചില ഇൻജസ്റ്റിസ് കാണുമ്പോഴത്തേന് നമുക്കൊരു പക്ഷേ ദേഷ്യം ഉണ്ടായേക്കാം. അപ്പൊ ഞങ്ങൾ ജഡപ്രകാരമാണ് നടക്കുന്നത്, ഞങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് ജഡപ്രകാരമാണ്. ഞങ്ങളുടെ അറിവനുസരിച്ചും ഞങ്ങളുടെ പ്രാപ്തി അനുസരിച്ചും ഒക്കെ കാര്യങ്ങളെ മനസ്സിലാക്കും. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തോട് സഹതാപം തോന്നാറുണ്ട്, ചിലപ്പോൾ ചില വ്യക്തികളോട് ദേഷ്യം തോന്നാറുണ്ട്. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയം തോന്നും അല്ലെ? ചിലർ വന്നിട്ട് പറയുകയാണ്, ഇന്ന കാര്യങ്ങൾ സംഭവിക്കാൻ പോവാണ്, അടുത്ത മാസം ഇന്ന കാര്യം സംഭവിക്കും, ജോലിയിൽ ഇന്ന പ്രശ്നം ഉണ്ടാകും. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയം ഉണ്ടാകും. അപ്പൊ നമ്മൾ ജഡപ്രകാരമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. നമ്മുടെ അറിവും പ്രാപ്തിയും വെച്ചാൽ നമ്മൾ കാര്യങ്ങളെ കേൾക്കുന്നത് അല്ലേ? അല്ലാതെ പെട്ടെന്ന് എന്തെങ്കിലും കേട്ട ഉടൻ തന്നെ നമ്മുടെ ആത്മാവിൽ ഇല്ല എന്ന് നമ്മൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുന്നില്ല. നമ്മൾ അത് കേൾക്കുമ്പോൾ നമ്മൾ ജഡപ്രകാരമാണ് കാര്യങ്ങളെ സെൻസ് ചെയ്യുന്നത്, മനസ്സിലാക്കും. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ജഡപ്രകാരമാണ് തിരിച്ചറിയുന്നത്, മനസ്സിലാക്കുന്നത്, പ്രതികരിക്കുന്നത് ഒക്കെ. പക്ഷേ ഇവിടെ പൗലോസ് പറയുന്നത് ഞങ്ങളെ കുറിച്ച് ചിലരോട് ചോദ്യം ചെയ്യുന്നു. ഞങ്ങളെ ചോദ്യം ചെയ്ത് ഇങ്ങനെയാണ്, ഞങ്ങൾ ജഡത്തിന് അനുസരിച്ച് നടക്കുന്നെന്ന് പറഞ്ഞ് ചിലർ ഞങ്ങളെ കുറിച്ച് ഇവിടെ ഒരു സംവാദമുണ്ട്, ഞങ്ങളെ കുറിച്ച് ഇവിടെ ഒരു സംസാരമുണ്ട്, ഞങ്ങൾ അഹങ്കാരികളാണ്, അല്ലെങ്കിൽ എന്തൊക്കെയോ പൗലോസിനെ കുറിച്ചും കൂട്ടരെ കുറിച്ചും എന്തൊക്കെയോ
നെഗറ്റീവായിട്ടുള്ള ഒരു സംസാര രീതി ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഈ ഒരു അധ്യായം എഴുതുന്നത്. അപ്പൊ അവിടെ പൗലോസ് പറയുക, ഞാൻ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ജഡപ്രകാരമാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഞാൻ കാണുകയും കേൾക്കുകയെല്ലാം ചെയ്യുന്നത് ജഡപ്രകാരം. പക്ഷെ ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് ജഡപ്രകാരമാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ പോരാടുന്നത് ജഡപ്രകാരമല്ല. വാവ്! അതായത് നമ്മളോട് ഒരു വ്യക്തി വന്ന് കാര്യം പറയുമ്പോൾ നമ്മൾ സിമ്പതി കാണിക്കുന്നുണ്ട്. അയ്യോ, എന്നാലും കഷ്ടമായിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നു. നിങ്ങളുടെ മോന്റെ വീട്ടിൽ ഇങ്ങനത്തെ വേദനയുടെ അനുഭവം വരുന്നത് ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. ഇന്ന വ്യക്തി ചെയ്തത് ശരിയല്ല, ദേഷ്യം വരും. അയ്യോ, എന്ത് സംഭവിക്കുമോ, ഭയം വരും. ഇതെല്ലാം വരുമ്പോഴും ഞങ്ങൾ ജഡപ്രകാരമാണ് കാര്യങ്ങളെ കാണുന്നത്, ഞങ്ങൾ ജഡപ്രകാരമാണ് നടക്കുന്നത്. പക്ഷെ ഞങ്ങൾ അതിനോട് പ്രതികരിക്കുന്ന ജഡപ്രകാരമല്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ ആ വിഷമം കേട്ട് അവരുടെ കൂടെ ഇരുന്ന് കരയുക എന്നതല്ല നമ്മുടെ വിളി. കർത്താവ് പറഞ്ഞത് കരയുന്നവരോട് കൂടെ കരയണം, ചിരിക്കുന്നവരോട് കൂടെ ചിരിക്കണം. യേശു പറഞ്ഞതാ. കാരണം ആ കാലഘട്ടത്തിൽ ആളുകൾക്ക് ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യത്തെ ഇമോഷണലായിട്ട് തന്നെ കാണുന്നവരായിരുന്നു. എന്നാല് നമുക്കറിയാം, കർത്താവ് കാര്യങ്ങളെ അങ്ങനല്ല കാര്യങ്ങളോട് പ്രതികരിച്ചതെന്ന് പല സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയും. നൈലിലെ വിധവയായ സ്ത്രീയുടെ അടുക്കൽ യേശു വന്നിരുന്ന് കരഞ്ഞോ? ഇല്ല. യേശു പറഞ്ഞു, ബാല്യക്കാരെ എഴുന്നേൽക്കാന്ന് ശവമഞ്ചത്തിൽ കിടക്കുന്ന അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഇത് നമ്മൾ കാര്യങ്ങളെ ജഡപ്രകാരമാണ് നമ്മൾ സഞ്ചരിക്കുന്നെങ്കിലും ജഡപ്രകാരം പോരാടരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോയെങ്കിൽ അവർ തെറ്റായ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ജഡപ്രകാരം മനസ്സിലാക്കി ഇറിറ്റേറ്റഡായി ദേഷ്യപ്പെട്ടല്ല പ്രതികരിക്കുന്നത്. നാം ആത്മാവില കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന, അബദ്ധങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന, അതിന് പുറകിൽ മറഞ്ഞിരിക്കുന്ന ആ പൈശാചിക ശക്തിയോട്, അധികാരത്തോട് ആത്മാവിൽ നാം പ്രതികരിക്കുമ്പോഴാണ് സ്ഥിതി മാറുന്നത്. ജഡപ്രകാരം ഞങ്ങൾ നടക്കുന്നവർ ഞങ്ങൾ നടക്കുന്നത് ജഡപ്രകാരം, പക്ഷെ ഞങ്ങളുടെ പോരാട്ടം ജഡപ്രകാരമല്ല. That is so important. അതായത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഒരു കാര്യത്തെ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, വചനം എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: നിങ്ങൾ ഭൂമിയിൽ പ്രാർത്ഥിക്കുന്ന, ചോദിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ സ്വർഗസ്ഥനായ പിതാവ് നൽകിയിരിക്കും. അപ്പൊ ഐക്യമത്യപ്പെടണമെങ്കിൽ അന്യോന്യം കാര്യം അറിയണ്ടേ? നമ്മളൊരു പ്രാർത്ഥന വിഷയം അന്യോന്യം പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ജഡപ്രകാരം അറിയണം, പക്ഷെ പ്രാർത്ഥന ആത്മപ്രകാരമായിരിക്കും. ആ വിഷയങ്ങളെ, ആ സാഹചര്യം, ആ പശ്ചാത്തലം, ആ വീടിനകത്തുള്ള സാഹചര്യം അറിയണം. നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കണം, ചിന്ത കൊണ്ട് മനസ്സിലാക്കണം, തെറ്റില്ല. പക്ഷെ ബുദ്ധി കൊണ്ടല്ല പ്രാർത്ഥിക്കുന്നത്, ബുദ്ധി കൊണ്ടല്ല കാര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടത്, ആത്മാവ്. ഒരു വിഷയം ഉണ്ടായി, അവരിങ്ങനെ ചെയ്തു, എന്നൊരു പാഠം പഠിപ്പിച്ചിട്ടുള്ളൂ. അവരങ്ങനെ വളഞ്ഞ ബുദ്ധിയിലാണ് എന്നോട് പെരുമാറുന്നത്, ഞാനും വളഞ്ഞ ബുദ്ധിയിൽ തിരിച്ചു പെരുമാറും, തോക്കും നമ്മൾ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നമ്മൾ ജഡപ്രകാരമാണ് സഞ്ചരിക്കുന്നതെങ്കിലും നാം ജഡപ്രകാരം പോരാടരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ കുടുംബജീവിതം, അതിന്റെ സ്വസ്ഥത, ജോലി, അതിന്റെ സുരക്ഷിതത്വം, ഭാവിയുടെ നന്മ, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുന്നു. ജഡപ്രകാരമാണ് അറിയുന്നത്, പക്ഷെ ജഡപ്രകാരം പോരാടരുത്. ജഡപ്രകാരം ഒരിക്കലും ആ വിഷയത്തെ കാണരുത്. അതാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ദൈവവചനത്തെ മനസ്സിലാക്കാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് ബ്യൂട്ടിഫുൾ ആയിട്ട് വചനം നമുക്ക് പറഞ്ഞു. ജഡപ്രകാരം കാര്യങ്ങളെ മനസ്സിലാക്കണം, പക്ഷെ ജഡപ്രകാരം കാര്യങ്ങളോട് പ്രതികരിക്കണം. ആത്മാവിലാണ് കാര്യങ്ങളോട് പ്രതികരിക്കാനായിട്ട്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ വാക്യത്തിൽ ഈ വാക്യത്തിൽ നിന്ന് പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല എന്ന് പറയുകയും ആത്മാവിന്റെ സർവായുധവർഗം എടുത്തുകൊടുവിൻ
ഈ രണ്ട് വിഷയത്തോട് ചേർത്താണ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ഞങ്ങൾ ജഡപ്രകാരം ആ കാര്യങ്ങളെ മനസ്സിലാക്കുന്നു, പക്ഷെ ജഡപ്രകാരം പ്രതികരിക്കരുത്. നിങ്ങളുടെ ശരീരത്തിന്റെ രോഗം ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ അറിയുന്നത് ജഡപ്രകാരമാണ്, പക്ഷെ അതിനോട് പ്രതികരിക്കുന്നത് ആത്മാവിൽ പ്രതികരിക്കാമോ? അവന്റെ അടിപ്പിണറുകളാലുള്ള സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിശ്ചയമായിട്ടും അനുഭവിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, യേശുക്രിസ്തുവിനെ വരണം മുന്നൊരുത്ഥാനം. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റത് മതം സ്ഥാപിക്കാനല്ല, നാമും പിതാവും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ട് എന്ന് മാത്രമല്ല, നമ്മെ അവൻ ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ആലയമാക്കി മാറ്റാനായിട്ട്. അതേ പ്രിയപ്പെട്ടവരെ, ആ ബോധ്യത്തോടുകൂടെ കർത്താവിൽ നിൽക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. കർത്താവിനെ കണ്ടുപിടിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം ചെയ്തവരുടെ ജീവിതത്തിൽ ജഡപ്രകാരം അവർ അനേക കാര്യങ്ങൾ കണ്ടു, കേട്ടു, മനസ്സിലാക്കി. എന്നാൽ ഒരു കാര്യത്തോട് ജഡപ്രകാരം പോരാടാതെ ആത്മാവിൽ ആ കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ പരിശുദ്ധാത്മാവെ അസാധാരണമായ കൃപ അവരിലേക്ക് പകരപ്പെടാനായിട്ട് പ്രാർത്ഥിക്കും. അവസ്ഥകൾ മാറുന്നത് അവർ അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബത്തെ സമാധാനത്തെ നശിപ്പിക്കും. സാമ്പത്തികമായ ദാരിദ്ര്യം കൊണ്ട് അവരെ പൊറുതിമുട്ടിക്കും. ആരോഗ്യ പ്രശ്നങ്ങളാൽ കൂടെ അവരെ തളർത്തുന്ന എല്ലാ പൈശാചിക അധികാരങ്ങളും യേശുവിന്റെ നാമത്തിൽ അവരെ വിട്ട്, അവരുടെ ശരീരം വിട്ട്, കുടുംബം വിട്ട് മാറിപ്പോകും. അത്ഭുതങ്ങൾ അവരിൽ കർത്താവ് ചെയ്തു കഴിഞ്ഞതിനായി സ്തോത്രം. അത്ഭുതങ്ങളെ ചെയ്തു കഴിഞ്ഞതിനായി സ്തോത്രം. കർത്താവ് അവരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവാണെന്നുള്ള തിരിച്ചറിവ്, യേശു കർത്താവാണെന്നുള്ള തിരിച്ചറിവ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ജയാളികളായി മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കേട്ട വചനം നിങ്ങൾക്ക് നിശ്ചയമായും അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ തുടർന്ന് ഇതിന്റെ തുടർച്ചയാണ് നമ്മൾ ഒരു ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്നത്. ഇത് നമ്മൾ രണ്ട് നിലയിലാണ് ഇത് ദൈവവചനം പഠിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശവുമുണ്ട്. എന്നാൽ ആ പഠനത്തിലൂടെ സത്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ സത്യത്തിലേക്ക് വഴി നടത്തപ്പെടുവാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ടും പങ്കുവെക്കാനായിട്ട് മടിക്കരുത്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും സാക്ഷ്യങ്ങളും അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഈ കാണുന്ന ഫോൺ നമ്പറിലൂടെ ഞങ്ങളുമായി ഷെയർ ചെയ്യുക. ഒരുമിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി നിൽപ്പാനും കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽപ്പാനും പ്രവർത്തിപ്പാനും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അടുത്ത പ്രോഗ്രാമിൽ വീണ്ടും കാണാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.